മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ഫാൻ ആകുക എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നതിലുപരി മമ്മൂക്ക എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം സഹജീവികളോട് കാണിക്കുന്ന കരുണയും കരുതലും അതെന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ വലിയൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു സംഘടന രൂപം കൊണ്ടത് ഏതാണ്ട് 10-35 വർഷമായി. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായി. പിന്നീട് അത് ഇന്റർനാഷണൽ ലെവലിലേക്ക് വരെ ആ ഒരു സംഘടന പോയി. ആ സംഘടന രൂപം കൊണ്ട് 35-36 വർഷമാകുമ്പോൾ അദ്ദേഹം അന്ന് ആ സംഘടന രൂപീകരിക്കാൻ പോയ ആളുകളോട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യുന്ന ഒരു സംഘടനയായിരിക്കണം, അല്ലാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സംഘടന ആകാൻ പാടില്ല എന്നാണ് മമ്മൂക്ക അന്ന് ആ സംഘടന രൂപീകരിച്ചിട്ടുള്ള ആളുകളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ 24 ചാനലിനകത്ത് ഒരു ഡിബേറ്റ് കണ്ടിരുന്നു. ആ ഡിബേറ്റ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ ഇന്റർനാഷണലിനെ കുറിച്ചിട്ട് ഒരു വ്യക്തി പറയുന്ന ആ ഒരു വീഡിയോ എന്നെ സന്തോഷം നൽകിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. ആ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും കാണണം. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ലോകമെമ്പാടും അറിയപ്പെടുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട വല്യേട്ടൻ, മൂത്തോൻ, അങ്ങനെ പല നാമത്തിൽ നമ്മൾ വിളിക്കുന്ന മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഒരു ക്യാരക്ടർ അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അദ്ദേഹം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അത് പൊതുവേദിയിൽ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരനാണ്. ഉള്ളിൽ വെച്ച് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, എന്നാൽ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായിട്ടുള്ളൊരു സംഭവം അറിയാമല്ലോ. നമ്മുടെ വയനാട് ജില്ലയിലെ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി മമ്മൂക്ക എത്തുന്ന സമയത്ത് അവിടെ നടന്നിട്ടുള്ള ഒരു ചെറിയ ഇഷ്യൂ, അത് ഇവിടുത്തെ മാധ്യമങ്ങളും പത്രക്കാരൊക്കെ എടുത്തിട്ട് അങ്ങ് കീറി ഒട്ടിച്ചിരുന്നു. നമുക്ക് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണാം. കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. 89 മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു 4 ആൾക്ക് ഉപകാരപ്രദമായ കാര്യം ചെയ്യുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു സംഘടന മതിയെന്ന്. ആ സംഘടന രജിസ്റ്റർ ചെയ്യുന്നത് 97 രജിസ്റ്റർ ചെയ്യുമ്പോൾ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ആയി. പിന്നീട് അത് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ, കാരണം 17 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഈ സംഘടന കൊണ്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷൻ, അദ്ദേഹത്തിന്റെ പിറന്നാൾ സെപ്റ്റംബർ 7 വരുമ്പോൾ ഏകദേശം 30,000 പേരാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആ ദിവസം ബ്ലഡ് കൊടുക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു സംഘടന, മീൻസ് ഞാൻ ഫാൻസുകാരല്ല പറയുന്നത്, ഏത് സംഘടന വേണമെങ്കിൽ എടുത്തോട്ടെ ലോകത്ത്, ഒരു വ്യക്തിയുടെ പേര്, നടനല്ല ഞാൻ ഒരു വ്യക്തിയുടെ പേര് ഇത്രയും പേർക്ക് ഒരു ദിവസം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടോ നമ്മൾ ആലോചിക്കുക. ചാരിറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കെയർ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞ അദ്ദേഹം നേതൃത്വം, മമ്മൂക്ക നേതൃത്വം ഒരു സംഘടന ഉണ്ട്. കഴിഞ്ഞ ദിവസം സാറ ചാനലോടെ വന്നു കാതോടും എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഇനാഗുറേഷൻ. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഹൃദയപൂർവ്വം, കൃത്യം, സുഹൃതം, വഴികാട്ടി, അതുപോലെ ഏറ്റവും ലാസ്റ്റ് കാതോട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ, കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടി എത്ര പദ്ധതി. ഞാൻ എൻ്റെ പല വീഡിയോയിലും ഞാനിത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ മാറ്റി നിർത്തി മമ്മൂട്ടി എന്ന ആ ഒരു മനുഷ്യനെ നമ്മൾ ആരും കാണാതെ പോരെന്ന് പറയാറുണ്ടല്ലേ. കാരണം ഇപ്പം മമ്മൂക്ക ചെയ്യുന്ന കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന സംഘടനയിലൂടെ ചെയ്യുന്ന ഒട്ടനവധി ഒരുപാട് ആളുകളെയാണ്, ഒരുപാട് കുട്ടികളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു വലിയൊരു മനുഷ്യന്റെ ആ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോരുത്. സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. സിനിമയിൽക്കുപരി മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ, ആ നടന്റെ പേരിൽ ഒരു സംഘടന രൂപം കൊണ്ടപ്പോൾ ആ സംഘടനയ്ക്ക് മമ്മൂക്ക നൽകുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നവർ തന്നെയാണ് ലോകമെമ്പാടുമുള്ള മമ്മൂട്ടി ആരാധകർ. കാരണം അവരുടെ ഭാഗത്ത് നിന്നവരെ മറ്റുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ന്യൂസുകളോ വരെ പുറത്ത് വന്നിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കണം. എന്താണെങ്കിലും ഒരുപാട് അഭിമാനമുണ്ട്. എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഒരു സംഘടനയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു നിമിഷവും കൂടിയാണിത്. നമുക്കവിടെ ബർത്ത്ഡേ വരുന്ന സമയങ്ങളിൽ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ ഇന്റർനാഷണൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യവും 35,000-ഓളം വരുന്ന ആളുകളാണ് മമ്മൂക്കാക്ക് വേണ്ടി മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്. അത് തന്നെ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരെയും അറിയിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും ആരെയും കാണിക്കാൻ വേണ്ടിയൊന്നും നമ്മളാരും ശ്രമിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും